to the superbiology. We are back with a new topic discussing what a single cell sequence detecting using microbiome is. So in this section we are discussing actually what a single cell sequence and microbiome is, its steps regarding Amplicon sequencing, metagenomic sequencing, its applications and its advantages. Single cell sequencing examines the sequence information from individual cells with optimized next generation sequencing known as NGS technology, provides higher resolution of cellular differences and better understanding of the function of an individual cell in the context of its microenvironment. സിംഗിൾ സെൽ സീക്വൻസിംഗ് എന്ന് പറയുമ്പം ഇവിടെ ഒരു ഇൻഡിവിജ്വൽ സെൽസിനെ നെക്സ്റ്റ് ജനറേഷൻ സീക്വൻസ് വഴി ഒപ്റ്റിമൈസ് ചെയ്യും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു സെല്ലുലാർ ഡിഫറൻസിൻ്റെ ഒരു ഹൈ റെസൊല്യൂഷനും കൂടാതെ തന്നെ ഒരു ഇൻഡിവിജ്വൽ സെല്ലിനെ നന്നായിട്ട് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് അതിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളും എല്ലാം നന്നായിട്ട് മനസ്സിലാക്കാൻ, അതിൻ്റെ മൈക്രോ എൻവയോൺമെൻറ്റ് അതിൻ്റെ ചുറ്റുപാടുള്ളിൽ തന്നെ നിന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാനും സാധിക്കുന്ന ഒരു ടെക്നോളജിയാണ് ഈ സിംഗിൾ സെൽ സീക്വൻസിങ് വഴി ചെയ്യുന്നത്. അതിലൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമുക്കിപ്പോൾ ക്യാൻസറിൻ്റെ ഒക്കെ സെക്ഷൻ നോക്കുവാണെങ്കിൽ അവിടെ ഈ നമുക്കറിയാം DNA സീക്വൻസ്, അതായത് ഇൻഡിവിജ്വൽ സീക്വൻസിൽ അതിൻ്റെ ഇൻഫോർമേഷൻ ആൻഡ് മ്യൂട്ടേഷൻ ഒരു ചെറിയ പോപ്പുലേഷൻസ് ഓഫ് സെൽസ് ആയിരിക്കും അതിൽ മ്യൂട്ടേഷന് കാരണമാകുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ അതിന് മുൻപേ തന്നെ അതിൻ്റെ മാക്രോ ലെവലും മൈക്രോ ലെവലും മനസ്സിലാക്കാനൊക്കെ സാധിക്കുന്ന ഒരു ടെക്നോളജി, ഒരു അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് ഈ സിംഗിൾ സെൽ സീക്വൻസിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ RNA എക്സ്പ്രസ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ എക്സിസ്റ്റൻസിന് വരുന്നതിന് മുമ്പ് തന്നെ ആ ഒരു സെൽ ടൈപ്പിൻ്റെ ബിഹേവിയർ ഏതൊക്കെ രീതിയിൽ ഒരു സെൽ ടൈപ്പ് അത് എക്സ്പ്രസ് ചെയ്യും എന്നുള്ളത് വരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു സിംഗിൾ സെൽ സീക്വൻസിങ്ങിൽ വരുമ്പോൾ. മൈക്രോബിയൽ സിസ്റ്റത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പോപ്പുലേഷൻ നമുക്ക് സെയിം സ്പീഷീസിൻ്റെ പോലും ജനറ്റിക്കലി ക്ലോണലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഈ ഒരു സിംഗിൾ സെൽ സീക്വൻസിങ്, ഈ RNAയുടെ സിംഗിൾ സെൽ സീക്വൻസിങ് വഴി അല്ലെങ്കിൽ എപ്പിജനറ്റിക് മോഡിഫിക്കേഷൻ ഒക്കെ വഴി നമുക്കവിടെ സെൽ ടു സെൽ വേരിയബിലിറ്റി നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാനും കൂടാതെ തന്നെ അവിടെ ആ ഒരു സെൽ ടു സെൽ വേരിയബിലിറ്റി ആ പോപ്പുലേഷനെ ഏതൊക്കെ രീതിയിലുള്ള ഒരു സർവൈവിങ് അഡാപ്റ്റബിലിറ്റിയാണ് ആ ചേഞ്ചിങ് എൻവയോൺമെൻറ്റിൽ കൊണ്ടുപോരുന്നത് എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനും ഈ ഒരു സിംഗിൾ സെൽ സീക്വൻസിങ് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ഇനി നമ്മൾ മൈക്രോബയോം എന്താണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. മൈക്രോബയോം is a term that describes the genome of all microorganisms, symbiotic and pathogenic, living in all vertebrates. അപ്പോൾ ഈ ഒരു ടേം എന്ന് പറയുന്നത് എല്ലാ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ജീനോമിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ടേമാണ് മൈക്രോബയോം എന്നത്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ സിംബയോട്ടിക്കോ അല്ലെങ്കിൽ പാത്തോജനിക്കോ അല്ലെങ്കിൽ എല്ലാ വെർട്ടിബ്രേറ്റ്സിലും അകത്തും പുറത്തും ജീവിക്കുന്ന എല്ലാ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ജീനോമിൻ്റെ ഒരു കളക്റ്റീവ് ലൈബ്രറി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവമാണ് ഈ മൈക്രോബയോം എന്നുള്ളത്. സോ അപ്പോൾ ഇത്രയും നേരം നമ്മൾ സിംഗിൾ സെൽ സീക്വൻസിങ് എന്താണെന്ന് മൈക്രോബയോം എന്താണെന്നുള്ളത് അതിൻ്റെ ജസ്റ്റ് ഒരു ടേം ഡെഫിനേഷനാണ് നമ്മൾ കേട്ടത്. സോ ഇനി നമുക്ക് ഈ സിംഗിൾ സെൽ സീക്വൻസ് ഡിറ്റക്റ്റിംഗ് യൂസിങ് മൈക്രോബയോമിൻ്റെ ഒരു ആനിമേറ്റഡ് സെക്ഷൻ പോലെ ഒരു ചെറിയ ഔട്ട്ലൈൻ നമുക്ക് കണ്ടിട്ട് വരാം. Understanding of complex biological systems requires analyses of the expression and regulation of the cells within them. Single cell sequencing can reveal the cell types within a system, what functions are occurring in each cell, and how those cells are interacting with each other and their microenvironment. With bulk analysis, gene expression is averaged across cells. Single cell sequencing shows the gene expression by individual cells, providing a much deeper and more specific view of cell-to-cell variation. You can examine the genomes, epigenomes, transcriptomes, or proteins of individual cells. By following this workflow, single-cell analysis with NGS is within your reach. The workflow begins with initial tissue preparation, which involves isolating the cells from their native environment through mechanical isolation, enzymatic digestion, or a combination of the two. The method for this step depends on the types of cells that need to be prepared into a viable single-cell suspension. Enrichment is an optional part of this step of the process. Two common ways of enriching the sample are fluorescence-activated cell sorting and magnetic bead-based separation. This removes unwanted cells, particularly dead cells. From there, the single cells need to be isolated and compartmentalized. There are several available methods for isolating single cells, and your approach depends on your experimental priorities and throughput. Microfluidic technologies enable high-throughput single-cell profiling of up to tens of thousands of cells per experiment. Microwells can also capture individual cells at high throughput.
Once cells have been isolated and compartmentalized, they are lysed to prepare your target library for sequencing. Here, the target being interrogated is barcoded in a way that allows you to identify which cell it came from. Now, library prep begins. The method will depend on whether you're studying the genome, epigenome, transcriptome, or protein expression. Regardless, your chosen target will be amplified and prepped for sequencing. Next, prepared libraries are loaded onto your sequencer of choice. Illumina offers a range of sequencing systems to support your single-cell throughput needs. The final step is data analysis and visualization. Data can easily be stored and shared in the secure BaseSpace Sequence Hub. Both BaseSpace and third-party apps are available to help you turn your raw data into valuable insights that allow you to process, visualize, and further analyze your data. By following the single-cell sequencing workflow that fits your study, uncovering the complexities behind biological systems is within your reach. അപ്പം വീഡിയോയിൽ നമ്മൾ സിംഗിൾ സെൽ സീക്വൻസിങ്ങിൻ്റെ ആ മെത്തേഡ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ പോലെ കണ്ടു. അപ്പോൾ ഈ ഒരു സിംഗിൾ സെൽ സീക്വൻസിങ്ങിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഡെവലപ്മെൻറ്റ് വഴി ഇതെന്ന് പറയുന്നത് നമുക്കറിയാം അഡ്വാൻസ്ഡ് ടെക്നോളജി ഉള്ളത് കൊണ്ട് ബയോഇൻഫോമാറ്റിക്സും അതിൻ്റെ അഡ്വാൻസ് ടെക്നോളജി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് മൈക്രോബയോം എന്ന് പറയുന്നത് ഒരു നോട്ട് എ മൈക്രോബിയൽ ഡാർക്ക് മാറ്റർ എനിമോർ എന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. കാരണം നമുക്ക് എല്ലാ കാര്യങ്ങളും എല്ലാ സ്ട്രാറ്റജീസും ഒക്കെ ഒരു ബിഗ് ഡേറ്റ മൈനിങ് പോലെ ഈ സിംഗിൾ സെല്ലിനെ സീക്വൻസ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒരു multi-omicsന്റെ ഇൻ്റഗ്രേഷനും വരുമ്പോൾ കൂടാതെ തന്നെ ആ ഒരു മൾട്ടി-ഓമിക്സിൻ്റെ ഒരു ഇൻ്റഗ്രേഷൻ അപ്രോച്ച് വഴി നമുക്ക് മൈക്രോബയോമിനെ കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ മൈക്രോസ്കോപ്പിക് ലെവലിലേക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും കൂടാതെ തന്നെ പ്രിസിഷൻ മെഡിസിനിലേക്ക് അതിൻ്റെ പല രീതിയിലുള്ള അഡ്വാൻറ്റേജസ് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആംപ്ലിക്കൻ സീക്വൻസിങ് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. ഇനി നമ്മൾ ആംപ്ലിക്കൻ സീക്വൻസിങ് എന്താണെന്ന് നോക്കാൻ പോവുകയാണ് ചെയ്യുന്നത്. It uses specific marker genes of microbes such as 16X ribosomal RNA for bacteria and internal transcribed spacer ITS for fungi. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ മാർക്കർ ജീനിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ 16X റൈബോസോമൽ RNA ബാക്ടീരിയയ്ക്ക് വേണ്ടിയും ഇന്റേണൽ ട്രാൻസ്ക്രൈബ്ഡ് സ്പേസർ ഫംഗൈക്ക് വേണ്ടിയും യൂസ് ചെയ്യുന്നത്. ഈ ഒരു സീക്വൻസിങ് മെത്തേഡ് എന്ന് പറയുമ്പോൾ പോലീസർ എന്ന് പറയുമ്പോൾ നമ്മൾ അൺകൾച്ചേർഡ് ആയിട്ടുള്ള മൈക്രോബിയൽ കമ്മ്യൂണിറ്റി ഒക്കെ നമുക്ക് റെഫറൻസ് റീഡ്സിനൊക്കെ വേണ്ടി അസൈൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സീക്വൻസിങ് ആണ് ആംപ്ലിക്കൻ സീക്വൻസിങ്. പക്ഷേ ഇവിടെ നമ്മൾ ലോ റെസൊല്യൂഷൻ ലെവൽ, ഇവിടെ ഒരു സീക്വൻസിങ് എന്ന് പറയുമ്പോൾ ലോ റെസൊല്യൂഷൻ ലെവലിലാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്ന് പറയുമ്പോൾ ഇവിടെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഫങ്ഷണൽ അനോട്ടേഷൻ്റെ ഡിസബിലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ ആപ്ലിക്കേഷനിൽ ലാർജ്ലി ലിമിറ്റ് ചെയ്യുന്നതാണ്. നമുക്ക് അതിൻ്റെ ഫങ്ഷണൽ അനോട്ടേഷൻ ഡിസബിലിറ്റി ഒന്നും കംപ്ലീറ്റ്ലി പ്രെഡിക്റ്റ് ഔട്ട് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഇനി കറൻറ്റ് സൊല്യൂഷൻ, ഈ ഒരു പ്രോബ്ലത്തിൻ്റെ കറൻറ്റ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് മെറ്റാജീനോമിക് സീക്വൻസിങ്ങുമായിട്ട് ഇതിൻ്റെ ഒരു കൊളാബറേഷൻ വരുമ്പം നമുക്ക് ഇതിനെ സിംപ്ലിഫൈ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ സാധിക്കും. റീസേർച്ചേഴ്സ് ഏറ്റവും കൂടുതൽ ഒന്ന് അഡോപ്റ്റ് ചെയ്യുന്നൊരു മെത്തേഡ് ആംപ്ലിക്കൻ സീക്വൻസിങ് ആണ്. കാരണം ഒരു ലോ കോസ്റ്റ് ആണ്. കൂടാതെ തന്നെ ഒരു മൈക്രോബ്സിനെ പ്രൈമറി ലെവലിൽ അതിൻ്റെ ഒരു മൈക്രോബിയൽ കമ്മ്യൂണിറ്റി, നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന മൈക്രോബിയൽ കമ്മ്യൂണിറ്റി ഏതെന്ന് വെച്ചാൽ അതിൻ്റെ പ്രൈമറി ലെവലിൽ അതിൻ്റെ കോമ്പോസിഷനും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ ഈസി ഒരു സീക്വൻസിങ് മെത്തേഡും കൂടിയാണ് ആംപ്ലിക്കൻ സീക്വൻസിങ്. പക്ഷേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഫങ്ഷണൽ അനോട്ടേഷൻസിനുള്ള ഡിസബിലിറ്റിയും കൂടാതെ തന്നെ ഇനിയിപ്പം നമ്മളത് ഫൈലോജനിയിലും ഫങ്ഷൻസിലേക്ക് പെർസ്പെക്റ്റീവിലൊക്കെ പോയി കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ നമുക്ക് അല്ലെങ്കിൽ ഒരു കൺഫേം ചെയ്യാനുള്ള ഏതെങ്കിലും ഒരു ചെറിയ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഈ ആംപ്ലിക്കൻ സീക്വൻസിൽ ഫേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് മെറ്റാജീനോമിക് സീക്വൻസിലേക്ക് മൂവ് ചെയ്യാം. ഇനി നമ്മൾ മെറ്റാജീനോമിക് സീക്വൻസിങ്ങിനെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്. മെറ്റാജീനോമിക് സീക്വൻസിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ലാസ്റ്റ് കണ്ട ആംപ്ലിക്കൻ സീക്വൻസിനേക്കാളും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. അവിടെയുള്ള ലിമിറ്റേഷൻസിനൊക്കെ ഓവർകം ചെയ്തിട്ടുള്ള ഒരു സീക്വൻസിങ് മെത്തേഡ് തന്നെയാണ് ഈ മെറ്റാജീനോമിക് സീക്വൻസിങ് എന്ന് പറയുന്നത്. This is a shotgun process provides of DNA extraction from a cell to cell in a community, DNA fragmentation, DNA sequencing and sequence analysis, binding or counting assembly to obtain the taxonomic composition. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ DNA എക്സ്ട്രാക്ട് ചെയ്യുന്നു, ഒരു സെൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു, അതിനെ ഫ്രാഗ്മെൻറ്റ് ചെയ്ത് സീക്വൻസ് ചെയ്ത് അനലൈസ് ചെയ്തെടുക്കുകയാണ്. അനലൈസ് ചെയ്ത് അതിൻ്റെ ഒരു ടാക്സോണമിക് കോമ്പോസിഷൻ
രൂപപ്പെടുത്തി എടുക്കുകയാണ് ഈ ഒരു മെറ്റാജെനോമിക് സീക്വൻസിൽ. ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ കണ്ട പോലെ ഒരു ലോ റെസൊല്യൂഷൻ നമുക്ക് സ്ട്രെയിൻ ലെവൽ വരെ അവിടെ ആംപ്ലിക്കൻ സീക്വൻസിംഗിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ മെറ്റാജെനോമിക് സീക്വൻസിൽ വരുമ്പോൾ നമുക്ക് ഹൈ റെസൊല്യൂഷനാണ്, അതായത് സ്ട്രെയിൻ ലെവൽ ഒരു ബാക്ടീരിയ അല്ലെങ്കിൽ മൈക്രോബിയൽ കമ്മ്യൂണിറ്റിയുടെ ഒരു സ്ട്രെയിൻ ലെവൽ വരെ നമുക്ക് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. ആക്ച്വലി അത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇവിടെ സാധിക്കുന്നതാണ്. മെറ്റാജെനോമിക് പ്രോട്ടീൻസിനെ എൻകോഡ് ചെയ്ത് ഫങ്ഷണൽ അനോട്ടേഷൻസ് ഒക്കെ പ്രിഡിക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഫങ്ഷണൽ അനോട്ടേഷൻസും കൂടാതെ തന്നെ ജീൻ ഫ്രാഗ്മെന്റ് റിക്രൂട്ട്മെന്റും പ്രോട്ടീൻ ക്ലാസിഫിക്കേഷനും ഡിനോവോ ജീൻ പ്രഡിക്ഷൻസും ഒക്കെ ഈ ഒരു മെറ്റാജെനോമിക് സീക്വൻസിങ്ങിൽ വരുന്നതാണ്. എന്തൊക്കെ പറഞ്ഞാലും നമുക്കറിയാം ഏതൊരു സീക്വൻസിങ് മെത്തേഡ്സ് ആയാലും അവിടെ ചില ലിമിറ്റേഷൻസ് ഒക്കെ കാണുന്നതാണ്. ഇവിടെ പറയുന്ന ഒരു ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ജനറേഷൻ സീക്വൻസിങ്ങിൻ്റെ കോംപ്ലക്സിറ്റി, അതായത് സീക്വൻസ് അസംബിൾ ചെയ്യുമ്പം ഏതെങ്കിലും രീതിയിലുള്ള കോംപ്ലക്സിറ്റി, മെയിൻലി മൾട്ടിപ്പിൾ സ്ട്രെയിൻസിൻ്റെ പ്രസൻസ് ഒക്കെ വരുമ്പോഴാണ് നമുക്ക് കുറച്ച് കോംപ്ലക്സിറ്റി കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു കോംപ്ലക്സിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ മൾട്ടിപ്പിൾ സ്ട്രെയിൻ വരുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള കോംപ്ലക്സിറ്റി ഉണ്ടായാൽ നമുക്ക് അവിടെ ഈ മെറ്റാജെനോമിക് സീക്വൻസിങ്ങിൻ്റെ ഒരു ഫെയിലിയർ ആണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ നമുക്കറിയാം കുറച്ച് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ജീനോംസ് ഒരു കമ്മ്യൂണിറ്റിയിൽ ഒക്കർ ചെയ്താൽ, അല്ലെങ്കിൽ ഏതെങ്കിലും കംപ്ലീറ്റ്ലി ഒരു റിപ്പീറ്റ്സ് ഒക്കെ ഒക്കർ ചെയ്താൽ അവിടെ നമുക്ക് ഒരു ഹൈ റെസൊല്യൂഷൻ രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കൂടാതെ തന്നെ ഫങ്ഷണൽ ജീൻസിൻ്റെ അവരുടെ ഒരു മൈക്രോബ്സിൻ്റെ ഫൈലോജനിയൊക്കെ ആയിട്ട് ലിങ്ക് ചെയ്ത് പോയാലും അതും ഇവിടെ ഒരു കോംപ്ലക്സിറ്റി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ലിമിറ്റേഷൻസിനെ എങ്ങനെയൊക്കെ ഓവർകം ചെയ്യുമെന്ന് നോക്കാം. ഇതിൽ ലിമിറ്റേഷൻസ് ആണ് നമ്മൾ ഷോർട്ട്ലി ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഒന്ന് നെക്സ്റ്റ് ജനറേഷൻ സീക്വൻസ് അസംബ്ലികളുടെ കോംപ്ലക്സിറ്റി, ക്ലോസ്ലി റിലേറ്റഡ് ജീനോം ഒരു കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകുമ്പോഴുള്ള ഒരു അതൊരു ലിമിറ്റേഷൻ ആയിട്ടൂടെ വരുന്നതാണ്. കൂടാതെ തന്നെ ഫങ്ഷണൽ ജീൻസ് ഫൈലോജനിയിൽ ഫങ്ഷണൽ ജീൻസ് ഫുള്ളി ലിങ്ക് ചെയ്ത് വന്നാൽ അതും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇനി നമുക്ക് ആ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലത്തിനെ ഏതൊക്കെ രീതിയിലുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള കാര്യമാണ് പറയുന്നത്. ഫസ്റ്റ് ഒരു ലോങ് റീഡ് സീക്വൻസിങ് വഴി ഒരു ലോങ് റീഡ് സീക്വൻസിങ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അവിടുത്തെ ഒരു സീക്വൻസ് അസംബ്ലിയിലുള്ള ആംപ്ലിറ്റിവിറ്റി കുറയ്ക്കാൻ സാധിക്കുന്നു. അങ്ങനെ നമുക്ക് ഈ ഒരു കോംപ്ലക്സിറ്റിനെ നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കുന്നതാണ്. മറ്റൊന്ന് പറയുന്നത് ഒരു മെറ്റാജീനോമിക്സും സിംഗിൾ സെൽ സീക്വൻസിങ്ങും കൂടി കമ്പൈൻ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ഈ ആംപ്ലിക്കൻ സീക്വൻസിങ്ങും മെറ്റാജീനോമിക് സീക്വൻസിങ്ങും സിംഗിൾ സെൽ സീക്വൻസിങ്ങും മൂന്ന് മെത്തേഡുകളാണ്. അപ്പം ഈ മെറ്റാജീനോമിക് സീക്വൻസിങ്ങും സിംഗിൾ സെൽ സീക്വൻസിങ്ങും കൂടി കമ്പൈൻ ചെയ്ത് റീകൺസ്ട്രക്ട് ചെയ്താൽ നമ്മുടെ DNA റീകൺസ്ട്രക്ട് ചെയ്ത് പല സെൽസ് ആയിട്ട് കമ്പാർട്ട്മെന്റലൈസ് ചെയ്ത് അതിൻ്റെ ഫംഗ്ഷനെ ലിങ്ക് ചെയ്ത് കറസ്പോണ്ടിങ് സ്പീഷീസിൽ അതിൻ്റെ ഫങ്ഷൻസിനെ ലിങ്ക് ചെയ്ത് നമ്മൾ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ അതും ഇവിടെ ഒരു സൊല്യൂഷനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മെയിൻ ടോപ്പിക് സിംഗിൾ സെൽ സീക്വൻസിലേക്ക് വരാം. നമ്മൾ ബ്രീഫ്ലി ആംപ്ലിക്കൻ സീക്വൻസിങ്ങും മെറ്റാജീനോമിക് സീക്വൻസിങ്ങും പറഞ്ഞത് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സിംഗിൾ സെൽ സീക്വൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ നമുക്ക് സിംഗിൾ സെൽ സീക്വൻസിങ് എന്താണെന്ന് നോക്കാം. നമ്മൾ സിംഗിൾ സെൽ സീക്വൻസിങ് മറ്റേ ആനിമേറ്റഡ് വീഡിയോയിൽ നമ്മൾ അതിൻ്റെ സ്റ്റെപ്സും പ്രൊസീജിയേഴ്സും കാര്യങ്ങളും കുറച്ച് ഒന്ന് ലബറേറ്റായിട്ട് നമ്മൾ കണ്ടു. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ ഡെഫിനേഷൻ രൂപത്തിലേക്ക് പോകാം. ഇവിടെ സിംഗിൾ സെൽ സീക്വൻസിംഗ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആ വീഡിയോയിലും കണ്ടിരുന്നു. ആദ്യമേ ഇൻഡിവിജ്വൽ സെല്ലിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ സീരിയൽ ഡയല്യൂഷനോ അല്ലെങ്കിൽ മൈക്രോ ഫ്ലൂയിഡിക്സ് വഴിയോ ഫ്ലോ സൈറ്റോമെട്രി അല്ലെങ്കിൽ മൈക്രോ മാനിപ്പുലേഷൻ അല്ലെങ്കിൽ ഡ്രോപ്ലെറ്റ് എൻക്യാപ്സുലേഷൻ മെത്തേഡ് വഴിയാണ് നമ്മൾ സിംഗിൾ സെൽ സീക്വൻസിന് വേണ്ടി ഉള്ള ഇൻഡിവിജ്വൽ സെല്ലിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം അതിൽ നിന്ന് DNA എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു, ഹോൾ ജീനോമിനെ ആംപ്ലിഫൈ ചെയ്യുന്നു, ആ DNA സീക്വൻസ് ചെയ്ത് സീക്വൻസ് അനാലിസിസും അതിൻ്റെ അലൈൻമെൻറ്റ് അസംബ്ലിയും ഒക്കെയാണ് നടക്കുന്നത്. അപ്പം ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു മിനിമം റിക്വയർമെൻറ്റിൽ നമുക്ക് ഒരു മിനിമം റിക്വയർമെൻറ്റിൽ ഒരു ഹൈ ത്രൂപുട്ട് സീക്വൻസിങ് നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വളരെ ഒരു ചെറിയൊരു ഡ്രോപ്ലെറ്റ് ഓഫ് ഒരു ഇൻഡിവിജ്വൽ സെല്ലിൽ നിന്നാണ് ഒറ്റ സിംഗിൾ സെൽ, അതിൻ്റെ പേരിൽ തന്നെയുണ്ട് വാട്ട് ആസ് സിംഗിൾ സെൽ സീക്വൻസിങ് ഈസ്. ഒരു സിംഗിൾ സെല്ലിൽ നിന്ന് കംപ്ലീറ്റ്ലി അതിൻ്റെ ജീനോമിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്തെടുക്കുകയാണ് ഒരു സിംഗിൾ സെൽ സീക്വൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു പർപ്പസിന് വേണ്ടി നമ്മൾ
നോൺ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു DNA ആംപ്ലിഫിക്കേഷൻ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്തത്. അപ്പോൾ ഇവിടെ മൾട്ടിപ്പിൾ ഡിസ്പ്ലേസ്മെൻറ്റ് ആംപ്ലിഫിക്കേഷൻ ആണ് നടക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് കുറച്ചും കൂടി ഹൈ ഫിഡിലിറ്റി പോളിമറേസ് ബാക്സിലസ് സബ്ടൈറ്റിലസ് വെച്ച് കുറച്ചും കൂടി ഹൈ ഫിഡിലിറ്റിയിൽ നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഈ ഒരു പോളിമറൈസിൻ്റെ കുറച്ച് മെയിൻ കാര്യം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഹൈ സ്റ്റാൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ആക്ടിവിറ്റി ഒക്കെ ഇവിടുത്തെ പ്രൂഫ് റീഡിങ് എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റിയിലൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് വേണ്ട ഒരു ഇനഫ് ജീനോമിൻ്റെ കവറേജ് നമുക്ക് ഇവിടെ തന്നെ ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് സിംഗിൾ സെൽ സീക്വൻസിങ്ങിൻ്റെ ഒരു മേജർ അഡ്വാൻറ്റേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഇനി സിംഗിൾ സെൽ സീക്വൻസിങ്ങിൻ്റെ മെയിൻ അഡ്വാൻറ്റേജസിലേക്ക് നോക്കാൻ പോകുന്നതാണ്. ഇവിടെ നമുക്ക് ഒരു സ്പീഷീസിൻ്റെ ജീനോമിൻ്റെ ഹൈ ക്വാളിറ്റി ജീനോം നമുക്ക് ഒരു ലോ ഒക്കറൻസിൽ കിട്ടും. നമ്മൾ പറഞ്ഞ ഒരു സിംഗിൾ സെല്ലിൽ നിന്ന് ആണ് നമ്മൾ കംപ്ലീറ്റ്ലി ആ ജീനോമിനെ അസംബിൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ കൂടാതെ തന്നെ അവിടെ സ്പെസിഫിക് സ്പീഷീസിൻ്റെ ഫംഗ്ഷനൊക്കെ വാലിഡേറ്റ് ചെയ്യാൻ നമുക്ക് ഈ ഒരു സിംഗിൾ സെൽ സീക്വൻസ് വഴി നമുക്ക് സാധിക്കുന്നതാണ്. കൂടാതെ തന്നെ സിംഗിൾ സെൽ സീക്വൻസിങ് വഴി ബാക്ടീരിയൽ ജീനോമിക്സിനെ റിക്കവർ ചെയ്യാനും അതിൻ്റെ എക്സ്ട്രാ ക്രോമോസോമൽ ജനറ്റിക് മെറ്റീരിയലൊക്കെ റിക്കവർ ചെയ്തെടുക്കാനും സാധിക്കുന്നതാണ്. സിംഗിൾ സെൽ സീക്വൻസിംഗ് എന്ന് പറയുന്നത് ഒരുപാടധികം നോവൽ ഫൈൻഡിങ്സ് തന്നിട്ടുള്ള ഒരു ബ്രാഞ്ചാണ്. അതായത് സിംഗിൾ സെൽ സീക്വൻസിംഗ് വഴി നമുക്ക് ഒരുപാട് ഫൈൻഡിങ്സ് കിട്ടും. കൂടാതെ തന്നെ ക്യാൻസർ റിസർച്ച്, തെറാപ്പിയിലും ഡ്രഗ് ഡിസ്കവറിയിലും ഒക്കെ ഈ ഒരു സിംഗിൾ സെൽ സീക്വൻസിങ്ങിൻ്റെ അഡ്വാൻറ്റേജസും ആപ്ലിക്കേഷൻസും വരുന്നതാണ്. മെയിൻലി പ്രിസിഷൻ മെഡിസിനിലാണ്. നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ ഈ സിംഗിൾ സെൽ സീക്വൻസിങ് പ്രിസിഷൻ മെഡിസിനിലാണ് അതിൻ്റെ അഡ്വാൻറ്റേജസും അതിൻ്റെ നോവൽ ഫൈൻഡിങ്സ് എല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ടാക്സോൺ അബുണ്ടൻസും കൂടാതെ തന്നെ ഗട്ട് മൈക്രോബിൻ്റെ എല്ലാ കാര്യങ്ങളും തന്നെ നമുക്ക് ഈ ഒരു സിംഗിൾ സെൽ സീക്വൻസിങ് വഴി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ വരുന്ന എന്തൊക്കെ പറഞ്ഞാലും ഇവിടെയും കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇവിടുത്തെ ലിമിറ്റേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ വീഡിയോയിൽ കണ്ടതാണ്. അവിടെ സെല്ല് സോർട്ട് ചെയ്തെടുക്കുന്ന ഒരു പ്രൊസീജിയർ നമ്മൾ ആ വീഡിയോയിൽ കംപ്ലീറ്റ്ലി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് നമുക്കറിയാം വളരെയധികം ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. കൂടാതെ തന്നെ നമ്മൾ ഐസൊലേറ്റ് നമ്മൾ ഐസൊലേറ്റ് ചെയ്യുന്നത് സോളിഡ് മീഡിയത്തിലെ സ്റ്റാർ ബയോസി അല്ലെങ്കിൽ ടിഷ്യൂ റിമൈനിങ്സ് വഴിയാണ് നമ്മൾ സെല്ലിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നത്. അതും ഇവിടെ ഒരു ചലഞ്ചിങ് ആണ്. കൂടാതെ തന്നെ നമ്മൾ ഈ DNA ആംപ്ലിഫൈ ചെയ്തെടുക്കുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള DNA കണ്ടാമിനേഷൻ ഒക്കെ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്തിരിക്കുന്ന സ്പെസിമെൻസിൻ്റെ സെൽ സോർട്ടിങ് സ്റ്റെപ്സിലുണ്ടാകുന്ന കണ്ടാമിനേഷനോ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന റിയേജൻസിൻ്റെ പൊല്യൂട്ടൻ്റ് ആയിട്ടുള്ള റിയേജൻറ്റിൻ്റെ കുഴപ്പം കൊണ്ടോ അല്ലെങ്കിൽ ലബോറട്ടറി അപ്പാരറ്റസിൽ നിന്നുള്ള മൈക്രോബ്സിൻ്റെ പ്രസൻസ് കൊണ്ടോ നമ്മുടെ DNA കണ്ടാമിനേഷൻ ഒക്കർ ചെയ്യാം. അപ്പോൾ അങ്ങനെ കണ്ടാമിനേഷൻ ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ മൈക്രോ ബയോഡേറ്റാനെ പറ്റി നമുക്ക് അറേഞ്ച് ചെയ്തിട്ടും യാതൊരു കാര്യമില്ല. അപ്പോൾ ഇത്രയും അധികം നമ്മൾ സ്റ്റെപ്പ് ചെയ്ത് വന്നിട്ട് ഏറ്റവും അവസാനം ആ ഒരു കണ്ടാമിനേഷൻ ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫുൾ സ്റ്റെപ്പ് ഫെയിലിയറാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമുക്കറിയാം കുറച്ച് എക്സ്ട്രാ പ്രിക്കോഷൻ ഒക്കെ എടുത്തിട്ട് ചെയ്യേണ്ട ഒരു സ്റ്റെപ്സാണ്. പക്ഷേ ഈ ഒരു കണ്ടാമിനേഷൻ ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ്ലി ഒരു ഫെയിലിയർ റിസൾട്ടാണ് ഇവിടെ കിട്ടുന്നത്. കൂടാതെ തന്നെ ഈ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് ഏതെങ്കിലും രീതിയിൽ ചില റീജിയൻസ് നമ്മൾ അസംബിൾ ചെയ്ത് വരുമ്പം ഈ ജീനോം അസംബ്ലിയിൽ അറേഞ്ച് ചെയ്ത് വരുമ്പം ഏതെങ്കിലും നോൺ അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള ടെംപ്ലേറ്റിനെ ഒക്കെ റീഡ് ചെയ്ത് വന്നാലും അതും ഈ സിംഗിൾ സെൽ ഡേറ്റയെ ബാധിക്കും. അതെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് റീഡ് ചെയ്ത് പോയാൽ ഇനിയിപ്പോൾ റീഡിങ്ങിന് നമ്മൾ അസംബിൾ ചെയ്ത് കഴിഞ്ഞ് അവിടെ ആ അൽഗോറിതത്തിനെ റീഡ് ചെയ്യുന്ന സെക്ഷനിലാണ് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നതെങ്കിലും അതും നമ്മുടെ റിസൾട്ട് ഫെയിലിയറാണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ സെക്ഷനിൽ നമ്മൾ മെറ്റാജീനോമിക്സ് എന്നും സിംഗിൾ സെൽ ജീനോമിക്സും എന്ന് പറയുന്ന വേർഡ് നമ്മൾ കുറച്ച് യൂസ് ചെയ്തു. അപ്പോൾ ഈ മെറ്റാജീനോമിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാ മൈക്രോബ്സിൻ്റെ ഒരു ഹോൾ ജീനോമിനെ റെപ്രസെൻറ്റ് ചെയ്തെടുക്കുന്ന ഒരു വേർഡാണ് മെറ്റാജീനോമിക്സ്. സിംഗിൾ സെൽ ജീനോമിക്സ് എന്ന് പറയുമ്പോൾ ഓരോ ഇൻഡിവിജ്വൽ സെൽസിൻ്റെ ജീനോമിനെയാണ് സിംഗിൾ സെൽ ജീനോമിക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് ന്യൂ ആൻഡ് റെലവൻറ്റ് ആയിട്ടുള്ള സിംഗിൾ സെൽ സീക്വൻസിങ്ങിൻ്റെയും ആ മൈക്രോബിയൽ റിസർച്ചിൻ്റെ കുറച്ച് ഹൈലൈറ്റ്സ് ആണ് നമുക്ക് പറയുന്നത്. മൈക്രോബയോമിലുള്ള ഒരു റെലവൻറ്റ് ആയിട്ടുള്ള കുറച്ച് റീസർച്ച് കാര്യങ്ങളാണ് നമ്മൾ ഹൈലൈറ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് സാമ്പിൾ സ്റ്റോറേജ് ആൻഡ് ന്യൂക്ലിക് ആസിഡ് ഐസൊലേഷൻ ഇൻഫ്ലുവൻസ് മൈക്രോബയോട്ട കോമ്പോസിഷൻ, error-corrected Amplicon sequence variants improve 16x RNA analysis, contamination and host-set confirmed and complicate microbiota analysis,
quantitative and active microbiota analysis can complement existing method. അപ്പോൾ ഈ ഒരു പറഞ്ഞിരിക്കുന്ന ഹൈലൈറ്റ്സ് ആണ് നമ്മുടെ ഈ ഒരു സീക്വൻസ് ബേസ്ഡ് മൈക്രോബയോം റിസർച്ചിൽ വരുന്ന കുറച്ച് ന്യൂ റെലവൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ലാസ്റ്റ് ആ സ്റ്റെപ്സ്, ഈ സിംഗിൾ സെൽ സീക്വൻസിങ്ങിലുള്ള സ്റ്റെപ്സ് ഒന്നും കൂടി എന്താണെന്ന് നമുക്ക് കാണാം. ഫൈനലി കൺക്ലൂഡ് ചെയ്യുകയാണ്. നമുക്ക് ജസ്റ്റ് ആ സ്റ്റെപ്സും ഏതാണെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് മൈൻഡ് അപ്പ് ചെയ്യാം. നമ്മൾ സ്റ്റെപ്സ് പറഞ്ഞു. ആദ്യമേ സാമ്പിൾ കളക്ഷൻ ആൻഡ് സ്റ്റോറേജ് ആണ്. സാമ്പിൾ കളക്ഷന് നമ്മൾ കംപ്ലീറ്റ്ലി ഡിസ്ക്രൈബ് ചെയ്തിരുന്നു. ഫ്ലോ സൈറ്റോമെട്രി, ഫ്ലൂയിഡിക്സ് രീതിയിലൊക്കെയാണ് നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്ത് സ്റ്റോറേജ് ചെയ്തത്. അതിൽ നിന്ന് ഹോസ്റ്റ് സെല്ലിനെ നമുക്ക് റിമൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റെപ്സിലും ഡിഫറെൻ്റ് ആയിട്ട് കാണിച്ചത്. അപ്പം നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്തുമ്പോൾ തന്നെ ആ ഹോസ്റ്റലിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സ്റ്റെപ്സ് ആയിട്ട് വരുന്നില്ല. ഇതിൽ നിന്ന് ഈ ഹോസ്റ്റലിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സാമ്പിളിൽ നിന്ന് നമ്മൾ ന്യൂക്ലിക് ആസിഡിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നത്. ഈ ന്യൂക്ലിക് ആസിഡിനെ ഐസൊലേറ്റ് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ ഫ്ലോ സൈറ്റോമെട്രി വഴി ഈ ഒരു ന്യൂക്ലിക് ആസിഡിനെ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ചെയ്യുന്നത്. ഈ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിന് ശേഷം ഈ ഒരു മെറ്റാഡേറ്റയെ സീക്വൻസ് ചെയ്യുകയും കൂടാതെ തന്നെ ബയോ ഇൻഫോർമാറ്റിക് പ്രോട്ടോകോൾ അനുസരിച്ച് അതിൻ്റെ കുറച്ച് എക്സ്പെരിമെൻ്റൽ കാര്യങ്ങളൊക്കെ ഈ ഒരു സ്റ്റെപ്പായിട്ട്, ഒരു മേജർ സ്റ്റെപ്സ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു രണ്ട് സ്റ്റെപ്പിൻ്റെ, ഈ ഒരു സീക്വൻസ് മെറ്റാഡേറ്റയുടെയും ബയോ ഇൻഫോർമാറ്റിക് പ്രോട്ടോകോൾസ് എക്സ്പെരിമെൻറ്റ്സിൻ്റെയും ഒരു ഇൻറ്ററാക്ഷൻ വഴി നമ്മൾ ആംപ്ലിക്കൻ സീക്വൻസിങ്ങും മെറ്റാജീനോമിക്സും ചെയ്യും. അപ്പോൾ ഈ ഒരു ഫൈനലി കംപ്ലീറ്റ് സ്റ്റെപ്പ് ചെയ്തതിന് ശേഷം കിട്ടുന്ന ഡേറ്റയാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് എടുക്കുന്നത്. Hope you understand this video lecture. So if you like this video, don't forget to share your support through your like, share, subscribe and comment. Thank you.